സാമ്പത്തികമായിട്ട് നമ്മളെ പ്രത്യേകിച്ചും ഇന്ത്യക്കകത്തൊക്കെ ഡിഫറെന്റ് തട്ടുകളുണ്ട്, ശരിയല്ലേ? BP ഒരു തട്ടാണ്, പിന്നെ ബിലോ മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ, പിന്നെ അതുപോലെ തന്നെ എലൈറ്റ് ക്ലാസ്. ഇങ്ങനെ ഒരു 5 തരത്തില് നമ്മുടെ സമൂഹത്തിനെ തിരിച്ചിട്ടുണ്ട്. അത് തൃശ്ശൂരിലൊക്കെ ചില ക്ലബിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ തരംതിരിവ് അവിടെ വ്യക്തമായി കാണാൻ പറ്റും. അതായത് സാമ്പത്തിക അടിസ്ഥാനത്തിൽ നമ്മളെ തരംതിരിച്ച് വെച്ചിട്ടുള്ളത് ആളുകളുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങളുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം, ഈ BP നിൽക്കുന്ന ഒരാള് അടുത്ത ലെവലിലേക്ക് വരണമെങ്കിൽ അതിനിടയിൽ ശക്തമായിട്ടുള്ള മതിലുണ്ട്. ഈ മതിൽ പൊളിക്കാൻ അപ്പുറത്തെ ആള് കൈ തരില്ല. നിങ്ങൾ തന്നെ വിചാരിക്കണം, നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് എടുക്കണം, എക്സ്ട്രാ പ്രയത്നിച്ചിട്ട് ഓരോ ലെവലുള്ള സാമ്പത്തിക ലെവലും കടന്നു പോകാനുള്ള കേപ്പബിലിറ്റി, കഴിവ് നമ്മൾ തന്നെ ആർജിച്ചാലാണ് നെക്സ്റ്റ് ലെവലിലേക്ക് വരുള്ളൂ. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരൊക്കെ ആശ്രയിക്കുന്ന പ്രവണത, ഗവൺമെന്റിനടക്കം ആശ്രയിക്കുന്ന പ്രവണത കൊണ്ട് നടക്കുന്നത്, അത് നിങ്ങളുടെ കഴിവുകേടായിട്ടാണ് ഫ്യൂച്ചറിലേക്ക് വിലയിരുത്തുക. ദ ബെസ്റ്റ് മെത്തേഡ്, നിങ്ങൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് പോകാനായിട്ട് ഇടയ്ക്കുള്ള മതിലിനെ തകർക്കാനുള്ള കഴിവിനെ, പ്രയത്നത്തിനെ നമ്മൾ തന്നെ ആഡ് ചെയ്യണേ. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ സാരമായിട്ട് അത് ബാധിക്കും. ശരിയല്ലേ?